സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാ കിറാമിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഖബറിനെ അവര് ആ നിലക്ക് സംരക്ഷിച്ചിട്ടുണ്ടോ? അവിടെ അവര് മുത്തമിട്ടിട്ടുണ്ടോ? അവിടെ അവര് കുമ്മായം പൂശിയിട്ടുണ്ടോ? വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ? എന്ന നാടുകളിൽ പലരുടെയും പേരിൽ നേർച്ചക്കുറ്റികൾ സ്ഥാപിച്ചിട്ടില്ലേ? നേർച്ചപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ഏത് ഖബറിന്റെ സമീപത്താ വിളക്ക് വെച്ചത്? ഏത് ഖബറിന്റെ സമീപത്താ പെട്ടി വെച്ചത്? അതല്ലെങ്കിൽ മദീനയുടെ ഏത് തെരുവീതിയിലാണ് ശുഹദാഇന്റെ പേരിൽ പെട്ടി വെച്ച് പണം പിരിച്ചത്? ചിന്ത എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്നതല്ലേ? കക്ഷി വൈരാഗ്യം മറന്നിട്ടൊന്ന് ചിന്തിച്ചുകൂടെ? ഈ പറയുന്നതിൽ കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ള ഖബറിന്റെ മര്യാദകളെയൊക്കെ ചവിട്ടി മരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലപ്പുറം ഖബർ ഉയർത്തുകയും അവിടെ പട്ടുകൊണ്ട് മൂടുകയും അവിടെ വിളക്ക് കൊളുത്തുകയും അതുപോലെ തന്നെ ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകക്കുകയും അതുപോലെ തന്നെ അവിടെ പെട്ടി സ്ഥാപിക്കുകയും വിളക്ക് കൊളുത്തുകയും ഉമ്മ വെക്കുകയും തൊട്ടുമുത്തുകയും വന്ദിക്കുകയും അതിന്മേൽ നെറ്റിവെക്കുകയും സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ സിയാറത്ത് ഇസ്ലാമിലില്ല. അത് സുന്നത്ത് ജമാഅത്തുകാരന്റെ സിയാറത്തല്ല, അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തികാരുടെ സിയാറത്താണ്. അഹ്ലുസുന്നയുടേതല്ലാതെ അത് അഹ്ലുൽ ബിദ്അയുടേതാണ്. പുത്തൻവാദികളുടെ സിയാറത്താണിത്. മുജാഹിദുകളാണ് പുത്തൻവാദികൾ എന്ന് പറയാറുണ്ട്. പുത്തൻവാദികളുടെ വാള് കേൾക്കരുത്, പുത്തൻവാദികളെ കണ്ടാ സലാം പറയരുത്, പുത്തൻവാദികളുടെ മയ്യത്ത് നിസ്കരിക്കരുത്. ഓ പ്രിയപ്പെട്ട സഹോദരാ, ആരാണ് ഇവിടെ പുത്തൻവാദം പറയുന്നത്? നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? ഈ നാട്ടിന്റെ പല ഭാഗങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമൊക്കെ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന മക്ബറകളില്ലേ, ദർഗകളില്ലേ, മഖാമുകളില്ലേ, ജാറങ്ങളില്ലേ, പല മൂപ്പന്മാരുടെയും ഖബറുകളില്ലേ? ചിന്തിച്ചു നോക്കൂ മുസ്ലിമേ, ഇസ്ലാമിൽ നമുക്ക് എന്താണ് ഇതിന് തെളിവ്? സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറയുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ സഹാബത്തും എവിടെയാണ് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മഖബറകൾക്കുള്ളിൽ ചെയ്തത്? ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. ചിലർ പറയും അത് കണ്ണ് കാണാൻ വേണ്ടി വിളക്ക് കത്തിക്കാണ്. മക്ബറയിൽ സിയാറത്തിന് വരുന്നവർക്ക് കണ്ണ് കാണാനാണ് അത്രേ വിളക്ക് കത്തിക്കുന്നത്. ഓ ആരോടായി പറയുന്നത്? ഏത് കാലത്തായി സംസാരിക്കുന്നത്? ഓ പുത്തൻപള്ളിയിലൊന്ന് പോയി നോക്കൂ, മമ്പുറത്തൊന്ന് പോയി നോക്കൂ, ഏർവാടിയിൽ പോയി നോക്കൂ, ഭീമാപള്ളിയിൽ പോയി നോക്കൂ. ആയിരക്കണക്കിന് വാട്ടുകളുള്ള അതാ ബൾബുകളും ട്യൂബുകളും അതുപോലെ തന്നെ വലിയ വലിയ പ്രകാശത്തിന്റെ കിരണങ്ങളും ഒക്കെ പൊഴിച്ചുകൊണ്ട് വൈദ്യുത ദീപങ്ങൾ അലങ്കരിച്ചു നിൽക്കുമ്പോഴും അതാ ഖബറിന്റെ മുമ്പിലും തലഭാഗത്തുമൊക്കെയായിട്ട് പല തട്ടുകളിലുള്ള കുത്തുവിളക്കുകൾ സ്ഥാപിച്ച് അതിലെണ്ണയൊഴിച്ച് തിരി കത്തിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് സിയാറത്തിന് ചെല്ലുന്നവർക്ക് കണ്ണ് കാണാനാണോ? കണ്ണ് കാണാൻ അവിടെ വൈദ്യുത ബൾബുകളില്ലേ, ട്യൂബുകളില്ലേ, സംവിധാനങ്ങളില്ലേ? അപ്പോ ഇതുകൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. അതെന്താണ്? ഈ മഹാത്മാവിന്റെ മുമ്പിൽ ഞാൻ ഈ വിളക്ക് കൊളുത്തുമ്പോ ഞാൻ എന്തിനാ വിളക്ക് കൊളുത്തുന്നത്? ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി അത് കാണുന്നുണ്ട്. എന്തിനാ ഞാൻ ആ നേർച്ചയാക്കിയത്? ഈ വ്യക്തി അത് അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ ഇങ്ങടെ കൽബകം എന്നോവറി, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവറി. ഒരു കുപ്പിയകത്തുള്ള ദ്രാവകത്തെ നമുക്കൊക്കെ എങ്ങനെ കാണാൻ കഴിയുമോ അതുപോലെ തന്നെ എന്റെയും നിങ്ങളുടെയും അടങ്ങുന്ന ജനകോടികളുടെ ഹൃദയത്തിന്റെ അകത്തെ പരമരഹസ്യങ്ങൾ അതാ ഈ ഖബറിൽ കിടക്കുന്ന വലിയ കാണുന്നു, കേൾക്കുന്നു. ആ വിശ്വാസത്തോടെയല്ലേ അവിടെ പോയി വിളക്ക് കൊളുത്തുന്നത്, അവരെ വിളിച്ച് തേടുന്നത്, അവരുടെ ജാറം മൂടുന്നത്, അവിടെ പോയി മുത്തം വെക്കുന്നത്, അവരോട് സങ്കടം പറയുന്നത്. ഇത് ഇസ്ലാമാണോ? ആണെങ്കിൽ പറയട്ടെ, മുത്ത് മുസ്തഫയുടെ കാലഘട്ടത്തിൽ ഏത് ഖബറാണ് ഇങ്ങനെ വിളക്ക് കൊളുത്തി പട്ടുമൂടിക്കൊണ്ട് ഈ രൂപത്തിലുള്ള സംരക്ഷണങ്ങൾ ചെയ്തത്? ഇസ്ലാമാണോ ഇത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഖബറിന്റെ സമീപത്ത് വെച്ച് ചെണ്ട മുട്ടുന്നു, അതുപോലെ തന്നെ കുഴൽ വിളിക്കുന്നു,
അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. ആനയെയും കൊണ്ട് ദർഗയില്ലാകെ ചുറ്റി നടക്കുന്നു. ചവക്കാടിന്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ചേറ്റുവയിൽ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആനയില്ലാതെ എന്തൊരു ഉത്സവം, ആനയില്ലാതെ എന്ത് നേർച്ചയാണ്, ചെണ്ടയില്ലാതെ എന്ത് നേർച്ചയാണ്, ബാൻഡില്ലാതെ എന്ത് നേർച്ചയാണ്, കുഴൽ വിളിയില്ലാതെ എന്ത് നേർച്ചയാണ്. എന്തേ കിതാബ് പഠിച്ച പണ്ഡിതന്മാരില്ലേ ഈ പള്ളിയിൽ, കിതാബ് പഠിച്ച മുസ്ലിയാക്കന്മാരില്ലേ ഈ പള്ളിയിൽ? നിങ്ങൾക്ക് കഴിയുമോ? ഇസ്ലാമിൽ അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ചെണ്ടമുട്ട് അനുവദനീയമാണോ? ബാൻഡ് വാദ്യം ഇസ്ലാമിൽ അങ്ങനെ അനുവദനീയമാണോ? ഇങ്ങനെ മഹാത്മാക്കളുടെ ഈ മഖബറക്ക് സമീപം ചെന്നുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ ചെയ്യുമ്പോ, സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറയുമ്പോ ആളുകളെ പറ്റിക്കാതെ ജനത്തോട് സത്യം പറയേണ്ട ബാധ്യത ഓ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾക്കില്ലേ? ഈ നാട്ടിലെ പണ്ഡിതന്മാര് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്ക് താമസ സൗകര്യം തരുന്നത്, നിങ്ങളെ കാണുമ്പോ ബഹുമാനിക്കുന്നത്, നിങ്ങളെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ എന്നറിയാമോ? ഈ മുസ്ലിയാര് ഞങ്ങൾക്ക് നരകത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഞങ്ങളോട് പറയില്ല, സ്വർഗത്തിലേക്ക് വേണ്ടത് പഠിപ്പിച്ചു തരുമെന്ന് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ നിങ്ങൾ വഞ്ചിക്കുന്നുവല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം, ഈ നിലക്ക് ഖബറിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിന്റെ വിധി എന്ത്, അവിടെ പോയി ചെണ്ടമുട്ടുന്നതിന്റെ വിധി എന്ത്, അവിടെ പല രൂപത്തിൽ കുഴൽ വിളി നടത്തുന്നതിന്റെ വിധി എന്തെന്ന് ജനത്തോട് പറയണ്ടേ? ആളുകളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒപ്പിച്ചുകൊണ്ട് കാര്യം പറയാതിരിക്കുന്നത് ഉഖറവിയായ പണ്ഡിതന്റെ ലക്ഷണമാണോ? ചിന്തിക്കണേ എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരാ, ഇസ്ലാമിൽ അങ്ങനെ ആ നിലക്കുള്ള ഒരു കർമ്മങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ അവസരത്തിൽ സിയാറത്തില്ലേ ഉണ്ട്. ഈ അനാചാരങ്ങളെ എതിർക്കുമ്പോ ചിലർക്ക് ഒരു ഹരമാണെന്ത് കണ്ടോ? മുജാഹിദ് സിയാറത്ത് എതിർക്കുന്നു. മുജാഹിദിന് സിയാറത്തില്ല. മുജാഹിദ് ഖബർ സിയാറത്ത് വേണ്ടാന്ന് പറയുന്നവരാണ്, ഖബർ സിയാറത്ത് തള്ളി പറയുന്നവരാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, വളരെ വിനയത്തോടെ നിങ്ങളോട് പറയട്ടെ, ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ച ശരിയായ രൂപത്തിൽ അത് നിർവഹിക്കുന്നവരുണ്ടെങ്കിൽ അത് മുജാഹിദുകളാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് പഠിപ്പിച്ചു തന്നത്? അവിടുന്ന് സിയാറത്ത് പഠിപ്പിച്ചു തന്നത് നമുക്കൊരു ഖബർ കാണുമ്പോ ആ ഖബർ കാണുന്ന അവസരത്തിൽ നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും പല ആളുകളും മറമാടപ്പെട്ട പള്ളിക്കാട്ടിൽ ഒരുപാട് ഖബറുകളുള്ള സ്ഥലത്ത് നമ്മൾ ചൊല്ലുമ്പോ, ആ മഖബറയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീര് വരികയാണ്, നമ്മുടെ ഹൃദയത്തിൽ പേടി തോന്നുകയാണ്. എന്താണ് കാരണം? ആരായി കിടക്കുന്നവരൊക്കെ എന്റെ കൂടെ കളിച്ചുല്ലസിച്ച് നടന്നവർ, ഞാനുമായി ജീവിതം പങ്കിട്ടവർ, ഞാനുമായി ഒരുമിച്ച് കഴിഞ്ഞവർ, ഒരുമിച്ച് ജോലി ചെയ്തവർ, ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നവർ ഇന്ന് പലരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. ഇന്ന് എല്ലാവരും ഈ ഖബറിൽ ഒതുങ്ങിയിരിക്കുകയാണല്ലോ. അല്ലാ, എന്റെയും സ്ഥിതി എന്താണ്? ഞാനും ഇതുപോലെ വന്ന് കിടക്കേണ്ടവനല്ലേ? ആ ബോധം ഉണ്ടാകുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഖബർ സിയാറത്തിന് പോകൽ സുന്നത്താണ്. ഖബർ സിയാറത്ത് അനുവദനീയമാണ്. എങ്ങനെ? ഏത് രൂപത്തിൽ? ഖബർ കണ്ടാൽ നമുക്ക് എന്താണ് നമ്മുടെ ഉദ്ദേശം? മരണചിന്തയുണ്ടാകാൻ എനിക്കും മരിക്കണം, അതുപോലെ തന്നെ പരലോകത്ത് എത്തി അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയണം. അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ വരെ ആ ചിന്തയാണ് ഉണ്ടാകുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ ജനാസയുടെ പിന്നാലെ പോകുന്ന മുസ്ലിമീങ്ങൾക്കൊരു കടമയുണ്ട്. എന്താ? അവര് ബഹളം കൂട്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അവര് ദിക്റ് കൊണ്ടാവട്ടെ, ഖുർആൻ പാരായണം കൊണ്ടാവട്ടെ, മറ്റെന്തുകൊണ്ടും അവരെ ആ സമയത്ത് വ്യാപൃതരായി ശബ്ദമുയർത്തി അതിന്റെ പിന്നാലെ പോകാതെ എന്താ വേണ്ടത്? ജനാസയുടെ പിന്നാലെ പോകുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്താണാ പറയുന്നത്? നബിയും സഹാബത്തുമൊക്കെ ജനാസയുടെ കൂടെ പോകുമ്പോ മൗനമായിട്ടാണ് ജനാസയുടെ കൂടെ പോയത്. അതൊരു വലിയ ആരോപണമാണ് ചിലർക്ക്. കണ്ടോ, ഏതോ ഒരു മൃഗം ചത്തുകൊണ്ടുപോകും പോലെ മിണ്ടാതെയല്ലേ കൊണ്ടുപോകുന്നത്, മിണ്ടാതെയല്ലേ അവര് മയ്യത്ത് കൊണ്ടുപോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല, ബുർദ ബൈത്ത് ചൊല്ലുന്നില്ല, അശ്റഖ ചൊല്ലുന്നില്ല. ഓ പ്രിയപ്പെട്ട സഹോദരാ, ജനാസയുടെ കൂടെ പോകുമ്പോ മുസ്ലിം എന്താ ചെയ്യേണ്ടത്? മറ്റു വർത്തമാനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കണം, അല്ലാ, ഈ ജനാസയെ
എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്? ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ച് ഞാനും ഇതുപോലെ പോകേണ്ടവനല്ലേ? അങ്ങനെ മരണത്തെ കുറിച്ചും ഖബർ ജീവിതത്തെ സംബന്ധിച്ചും പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നരകശിക്ഷയെ സംബന്ധിച്ചും